Today we discuss about the solution of nonlinear partial differential equation of first order using Charpit'S method. Okay, here consider some nonlinear partial differential equation of first order of the form f of x, y, z, p, q equal to 0. That is, the equation contains some x, y's, z's, p's and q's. Okay, and what is mean by nonlinear partial differential equation? That is, a partial differential equation, degree of that equation is more than 1. Then the working rule. First step, we arrange the equation of the form, or let the equation be f of x, y, z, p, q equal to 0, or f equal to, let the equation, take the equation as f equal to the given equation. Okay, then find the derivatives dou f by dou x, dou f by dou y, dou f by dou z, dou f by dou p and dou f by dou q. Okay, find these 5 partial derivatives using this equation 1. And third step, the important step, Lagrange's auxiliary equation form ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ Charpit'S subsidiary equation form ചെയ്യുന്നു. Charpit'S subsidiary equation or auxiliary equation. The equation is dx by minus fp equal to dy by minus fq equal to dz by minus pfp minus qfq equal to dp by fx plus pfz equal to dq by fy plus qfz. Our fourth step is solve this equation, this Charpit'S subsidiary equation, and find the values of p and q. Okay, p and q are always independent to each other. Okay, so ഇത് സോൾവ് ചെയ്ത് പിയും ക്യൂവും കാണാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒന്നുകിൽ നമ്മളുടെ സബ്സിഡിയറി ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഫ്രാക്ഷൻസ് ആയിട്ട്, അതായത് ഇപ്പോൾ പിയും ക്യൂ ആണ് കാണേണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏതായിരിക്കും, ഡി പി ബൈ എഫ് എക്സ് പ്ലസ് പി എഫ് ഇസഡ് ആൻഡ് ഡി ക്യൂ ബൈ എഫ് വൈ പ്ലസ് ക്യൂ എഫ് ഇസഡ്. ഇപ്പോൾ ഈ റിലേഷൻസ്, ഈ ഫ്രാക്ഷൻസ് ചൂസ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് പി കിട്ടേണ്ടത്. ഓക്കെ, പി ആൻഡ് ക്യൂ രണ്ട് കാണേണ്ടത്. ഇതിൽ നമ്മളുടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, പി ഇതിൽ നിന്ന് സബ്സിഡിയറി ഇക്വേഷനിൽ നിന്ന് പി ഓർ ക്യൂ ഏതെങ്കിലും ഒരു വാല്യൂ കാണുന്നു. ദെൻ ആ വാല്യൂ ഇപ്പോൾ പി കിട്ടുകയാണ്, അല്ലെങ്കിൽ പി അല്ലെങ്കിൽ ക്യൂ ഏത് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ എടുക്കുക, ദെൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പി ഓർ ക്യൂ ഏതായാലും കാണും. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് കൂടി ആ ഒരു സൊല്യൂഷൻ്റെ കൂടെ വരും. സോ പി എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റുള്ള അല്ലെങ്കിൽ ആർബിട്രറി കോൺസ്റ്റൻറ്റിലുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ പി ആണ് നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അവിടെ നിന്ന് ക്യൂ ഇൻ ടേംസ് ഓഫ് ദാറ്റ് സെയിം ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് പി ഏത് ആർബിട്രറി കോൺസ്റ്റൻറ്റിലുള്ള സൊല്യൂഷൻ ആയിട്ടാണോ കിട്ടിയത്, അതേ ആർബിട്രറി കോൺസ്റ്റൻറ്റിലുള്ള ഒരു സൊല്യൂഷൻ തന്നെയായിരിക്കും ക്യൂവിൻ്റെ വാല്യൂ കിട്ടുക. റൈറ്റ്, അപ്പോൾ ഇവിടെ തിരിച്ച് ക്യൂ ആണ് കിട്ടണമെങ്കിലും സെയിം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ കിട്ടുന്ന പി ആൻഡ് ക്യൂ, ദ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂസ് ഇൻ ദ റിലേഷൻ ഇസഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഇത് നമുക്ക് അറിയാവുന്നൊരു റിലേഷനാണ്. വി നോ ദാറ്റ് ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ. സോ dz equal to dou z by dou x into dx plus dou z by dou y into dy, right? So since dz is dou z by dou x means p, so dz is p dx plus dou z by dou y is q, so p dx plus q dy, and we substitute the values of p and q here and then integrate, we get a complete solution of the given PD. Okay, we get a complete solution of the given PD, right? So this is our procedure. Look this question. Solve pxy plus pq plus qy equal to yz. സോ ഒരു പി ഡി തന്നിട്ടേ ഉള്ളൂ. പി ഡി തന്നിരുന്നാൽ അതിൽ ഇപ്പോൾ നമ്മൾ ലഗ്രാഞ്ചസ് മെത്തേഡാണോ ചാർപിറ്റ്സ് മെത്തേഡാണോ ഏതാണ് അപ്ലൈ ചെയ്യുന്നത്, ഇത് ഏത് ടൈപ്പാണ്, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ. ഓക്കെ, അപ്പോൾ പി എക്സ് വൈ ഡിഗ്രി, ഈ ടൈമിൻ്റെ ഡിഗ്രി 1 ആണ്. ദെൻ സെക്കൻഡ് ടൈം പി ക്യൂ, പ്രോഡക്റ്റ് ഓഫ് 2 ഡെറിവേറ്റീവ്സ്, സോ ദ ഡിഗ്രി ഈസ് 2. So the degree of this equation is 2, that is non-linear partial differential equation. Okay, അപ്പോൾ non-linear PDE, then the derivative terms p and q മാത്രമേ ഉള്ളൂ, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഒന്നുമില്ല. സോ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ non-linear partial differential equation. So we can solve this equation using Charpit'S method. Okay,
Charpit'S method യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം പ്രൊസീജിയർ എന്താണ്. ഫസ്റ്റ് വി ചൂസ് ദ ഇക്വേഷൻ ആസ് എഫ്. ഓക്കെ, സോ ലെറ്റ് എഫ് ഈക്വൽ ടു പി ഓഫ് പി എക്സ് വൈ പ്ലസ് പി ക്യു പ്ലസ് ക്യു വൈ മൈനസ് വൈ ഇസഡ് ഈക്വൽ ടു 0. റൈറ്റ്, സോ our equation is pxy plus pq plus qy minus yz equal to 0. Then second step, find the 5 partial derivatives dou f by dou x, dou f by dou y, dou f by dou z, dou f by dou p and dou f by dou q. Right, so differentiate with respect to x, we get a dou f by dou x equal to py. ബാക്കി ഒരു ടേമിലും x വേരിയബിൾ ഇല്ല. Then dou f by dou y 3 times with the y variable. So the derivative is px then plus q minus z and dou f by dou z. ഒരേ ഒരു ടേമിലെ z ഉള്ളൂ. So the derivative is minus y. Dou f by dou p, pxy derivative is xy, pq derivative is q. Then ബാക്കി രണ്ട് ടേമിലും p വേരിയബിൾ ഇല്ല. So the derivative is 0. Okay, dou f by dou q, first term q വേരിയബിൾ ഇല്ല, derivative 0. Here derivative is p and the third term derivative is y and fourth term like q variable derivative 0, so p plus y. Okay, so first 5 partial derivatives കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഇവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഇക്വേഷൻ അറേഞ്ച് ചെയ്തു f ഈക്വൽ ടു, ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് 5 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടു. ഇനി ചാർപിറ്റ്സ് സബ്സിഡിയറി ഇക്വേഷൻ ഫോം ചെയ്യുന്നു. We have the Charpit'S subsidiary equation is dx by minus fp equal to dy by minus fq equal to dz by minus pfp minus qfq equal to dp by fx plus pfz equal to dq by fy plus qfz. That is dx by minus of, what about fp? Fp is dou f by dou p. Okay, xy plus q. So xy plus q. Right, equal to dy by minus of fq. Fq is dou f by dou q, that is p plus y, equal to dz by minus pfp minus qfq. So minus of p into fp, p into xy plus q, that is pxy plus pq. Okay, then minus qfq. Fq is p plus y, so q into fq, pq plus qy. Okay, equal to dp by fx plus fx is py, so py plus p into fz. Fz is minus y, so p into minus y, that is minus py. Okay, so plus into minus, this time is minus py, and dq by fy plus q into fz. Fy is px plus q minus z plus q into fz, qy, that is minus qy. Okay, right, simplifying, we get a dx by minus xy minus q, open the bracket, and dy by minus p minus y equal to dz by minus pxy minus pq minus pq minus qy. Okay, so minus pxy, then minus pq minus pq minus 2pq, then minus qy equal to dp by py minus p plus minus py, that is 0, equal to dq by px plus q minus z minus qy, so px plus q minus z minus qy. Okay, so this is our Charpit'S subsidiary equation. Right, so Charpit'S subsidiary equation kitti. So this equation, Charpit'S subsidiary equation, let it be equation number 2. Our given equation number 1, f equal to pxy plus pq, let it be equation number 1, pd, തന്നിരിക്കുന്ന pd. Charpit'S subsidiary equation number 2 എന്ന് choose ചെയ്യുക. Charpit'S subsidiary equation solve ചെയ്ത് p or q,
രണ്ടും കിട്ടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പി അല്ലെങ്കിൽ ക്യൂ ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ഡെറിവേറ്റീവുള്ള ഇക്വേഷൻസ് ആണ് അല്ലേ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്തായാലും സോൾവ് ചെയ്യുക മീൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ കാണണം. സൊല്യൂഷൻ കാണുമ്പോൾ ഇൻറ്റഗ്രൽ കോൺസ്റ്റൻ്റ് ആർബിട്രറി കോൺസ്റ്റൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് ഇക്വേഷൻ സോൾവ് ചെയ്ത് പി അല്ലെങ്കിൽ ക്യൂ കാണാൻ പറഞ്ഞാൽ ഇതിൽ എല്ലാ ഫ്രാക്ഷനും ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ചൂസ് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് പി ക്യൂ കാണണം. അപ്പോൾ അങ്ങനെയുള്ള ഫ്രാക്ഷൻസില്ല. അപ്പോൾ നമുക്ക് പിയും ക്യൂ ആണ് വേണ്ടത്. സോ dp/0 dq/, ഇപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻസൊക്കെയാണ് നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് പിയും ക്യൂ ആണ് വേണ്ടത്. സോ ഇവിടെ നോക്കുക, ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫ്രാക്ഷൻ ആരാ? dp/0 ആണല്ലേ. അപ്പോൾ ഈ dp/0 റിലേഷൻ ചൂസ് ചെയ്താൽ ഇതിൽ ഏതൊരു ഫ്രാക്ഷനുമായിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്താൽ dp/0 ഈക്വൽ ടു, ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് റിലേഷൻ എടുക്കാം, സെക്കൻഡ് ഫ്രാക്ഷൻ എടുക്കാം, ഇതിൽ ഏത് വേണോ എടുക്കാം. ഞാനിവിടുന്ന് സെക്കൻഡ് ഫ്രാക്ഷൻ എടുത്തിരിക്കുക dy/-p - y. ഇത് ഏത് വേണോ ചൂസ് ചെയ്യാം. അപ്പോൾ dp/0 gives dy/-p - y gives dp equal to 0. എങ്ങനെയാണ് റിലേഷൻ കിട്ടിയേ? ഡിനോമിനേറ്ററിൽ 0 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദ പ്രോഡക്റ്റ് ഈസ് 0. സോ dp equal to 0. Right? Then integrate both sides. We get the derivative of p is 0 means p must be a constant. Right? So p equal to a, an arbitrary constant. A is an arbitrary constant. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് p equal to a. The value of p is a. ഇനി നമ്മൾ എങ്ങനെയാണ് q കണ്ടുപിടിക്കുക? ഈ p equal to a എന്ന വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ക്യൂ ഈ സെയിം ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. പിയും ക്യൂവും ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. Here we get p equal to a. The value of p is a. And we substitute this value in equation number 1. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്നറിയാലോ, pxy + pq + qy - yz = 0. ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ക്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, p equal to a ആണ്. ഇക്വേഷൻ 1ൽ നമ്മൾ p equal to a എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1 implies axy + aq + qy - yz = 0. And here q into ഈ രണ്ട് ടേമിലാണ് q ഉള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ആ രണ്ട് ടേം എടുക്കുന്നു, ബാക്കി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ aq + qy ഫ്രം ദിസ് q into a + y, റൈറ്റ്, ഈക്വൽ ടു ഈ ബാക്കി രണ്ട് ടേമും റൈറ്റ് സൈഡിലേക്ക് പോയാൽ -yz റൈറ്റ് സൈഡ് പോകുമ്പോൾ +yz, ദെൻ axy റൈറ്റ് സൈഡിലേക്ക് പോയാൽ -axy. ഓക്കെ, അപ്പോൾ q ഈക്വൽ ടു a + y, q equal to yz minus axy by a plus y. So we get the value of q in terms of the same arbitrary constant. Okay, p കിട്ടിയ p ഏത് വേരിയബിളിലാണോ ഏത് ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ള റിലേഷനാണോ കിട്ടിയത്, the same arbitrary constantലെ qൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. And moreover p and q are independent to each other. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. That is q equal to y into y കോമൺ എടുത്താൽ z minus ax by a plus y, right? So we have p equal to the value of p equal to a, and the value of q is y into z minus ax by a plus y. Okay, അപ്പോൾ നമ്മളുടെ സബ്സിഡിയറി ഇക്വേഷൻ സോൾവ് ചെയ്തു. 2 ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ്, സോ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ നമുക്ക് കിട്ടി. പിയും ക്യൂ ഇൻഡിപെൻഡൻ്റ് ആണ്, രണ്ട് വാല്യൂസ് കിട്ടി, സെയിം ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ള രണ്ട് വാല്യൂസ്. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ ദ റിലേഷൻ dz = pdx + qdy. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ ഇൻ ദ റിലേഷൻ. ഓക്കെ, put p and q in dz = pdx + qdy. So dz = p is a dx plus q y into z minus ax by a plus y dy. Then ഈ ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് dz = adx plus y into z minus ax by a plus y, റൈറ്റ്. അതായത് വിത്ത് റെസ്പെക്ട് ടു
വൈൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ എക്സ് വേരിയബിൾ ഇസഡ് വേരിയബിളും ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ ഇട്ടിരുന്നാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ ഇസഡ് മൈനസ് എ എക്സ് റിലേഷൻ നോക്കുക. ഇസഡും എക്സും തമ്മിലുള്ള റിലേഷനുണ്ട്. സോ ഞാൻ ഈ എ ഡി എക്സിന് കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡി ഇസഡ് മൈനസ് എ ഡി എക്സ് ഈക്വൽ ടു right side y into z minus ax divided by a plus y dy. Then z minus ax വേരിയബിൾ കൂടി അല്ലെങ്കിൽ ഈ ഒരു ടേം കൂടി വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. dz minus a dx by z minus ax equal to y by a plus y dy. Right. Now നോക്കുക, ഇസഡ് മൈനസ് എ എക്സ് ഡിനോമിനേറ്റർ ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിൽ. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് മൈനസ് എ എക്സ് എന്താ, ഡി ഇസഡ് മൈനസ് എ ഇൻറ്റു ഡി എക്സ്, അതല്ലേ ഈ ന്യൂമറേറ്ററിലുള്ളത്. സോ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫംഗ്ഷനെ ഡി ഇസഡ് മൈനസ് എ ഡി എക്സ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് മൈനസ് എ എക്സ്. സോ ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് എ എക്സ്. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് മൈനസ് എ എക്സ്. ദെൻ റൈറ്റ് സൈഡ് വൈ ബൈ എ പ്ലസ് വൈ ഡി വൈ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ചെയ്ത പോലെ ഒരു അറേഞ്ച്മെൻറ്റ് പോസിബിൾ അല്ല. എ പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് അല്ല വൈ ഡി വൈ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വൈ ബൈ എ പ്ലസ് വൈ ആയതുകൊണ്ട് പ്ലസ് എ വൈ പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് വൈ എന്നൊരു ടേം അവിടെ ഫോം ചെയ്തു. ദെൻ മൈനസ് ഡിവൈഡഡ് ബൈ എ പ്ലസ് വൈ. Now derivative of z minus ax by z minus ax equal to the plus a y plus a രണ്ട് ടേമായിട്ട് നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാം. y plus a by y plus a plus y minus a divided by a plus y into dy. Right? Okay. So left side derivative of z minus ax by z minus ax, right side 1 minus a by a plus y into dy. So ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ബോത്ത് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. Integrate on both sides. We have integral of z minus ax by derivative of z minus ax by z minus ax left side equal to integral of right side 1 minus a by a plus y, y plus a plus y divided into 1 a by a plus y. Okay, so the integral is 1 dy minus, here take the constant a outside, a into integral of 1 by a plus y dy. Okay, so left side denominator ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ. സോ ഇതേത് ഫോമിലായി 1 by t dt അല്ലേ. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലാണെങ്കിൽ ഇൻ്റഗ്രൽ ഈസ് ലോഗ് ഓഫ് ഇസഡ് മൈനസ് എ എക്സ്. സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, റിസൾട്ട് കിട്ടും. റൈറ്റ് സൈഡ് ഇൻ്റഗ്രൽ ഓഫ് 1 dy, ഇൻ്റഗ്രൽ ഓഫ് 1 dy ഈസ് y, റൈറ്റ്, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 1 by a plus y dy. Substitution method apply. Put a plus y equal to t, then take derivative on both sides, dy equal to dt. Right? So this integral of 1 by a plus y dy is integral of 1 by t dt. So the result is log t. And what is t? T is a plus y. Okay, so the result is log a plus y. Log a plus y. So we get a into log a plus y plus an integral constant, let it be log b. Okay, so we choose an integral constant as log b. ബാക്കി 3 ലോഗരിതം ടേംസ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ലോഗ് ബി എന്ന് നമ്മൾ ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് കൊടുക്കുകയാണ്. ഇനി ഈ ലോഗരിതം ടേംസ് എല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ദെൻ വി ഹാവ് ലോഗ് ഓഫ് ഇസഡ് മൈനസ് എ എക്സ്, ദെൻ മൈനസ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് എ ലോഗ് എ പ്ലസ് വൈ, ദെൻ പ്ലസ് ലോഗ് ബി റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ലോഗ് ബി ഈക്വൽ ടു വൈ. ഓക്കെ, സോ നമുക്ക്
കിട്ടിയ റിസൾട്ട് ലോഗ് എ പ്ലസ് ലോഗ് ബി വി ഹാവ് ഇറ്റ് ഈസ് ലോഗ് എ ബി. So log z minus ax into then a log a plus y, the a plus y means log a plus y the whole raised to a. ഇപ്പോൾ നമുക്കറിയാവുന്ന റിസൾട്ടാണ് ലോഗ് എ റേസ് ടു എക്സ്, ഇറ്റ് ഈസ് എക്സ് ലോഗ് എ. സോ എക്സ് ലോഗ് എ ലോഗ് എ റേസ് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എ ലോഗ് എ പ്ലസ് വൈ ഇറ്റ് ഈസ് എ പ്ലസ് വൈ റേസ് ടു എ. ഓക്കെ, നൗ ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി. സോ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു. അപ്പോൾ ഇവിടെ എന്തൊക്കെ റിസൾട്ട് യൂസ് ചെയ്ത് നോക്കുക. ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി. സോ പ്രോഡക്റ്റ് എടുത്തു. അവിടെ എ ലോഗ് എ പ്ലസ് വൈ നമുക്കറിയാം എ ലോഗ് എ റേസ് ടു എക്സ് എക്സ് ലോഗ് എ ആണ്. അങ്ങനെയാണെങ്കിൽ എ ലോഗ് എ പ്ലസ് വൈ ഈസ് ലോഗ് എ പ്ലസ് വൈ ദ ഹോൾ റേസ് ടു എ. ദെൻ ആ രണ്ടും കൂടി കമ്പൈൻ ചെയ്തു ഇസഡ് മൈനസ് എ എക്സ് ഇൻറ്റു എ പ്ലസ് വൈ ദ ഹോൾ റേസ് ടു എ. then log a minus log b log a by b. so ഈ മൈനസ് log b വന്നുകൊണ്ട് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഡിവൈഡ് ബൈ b എന്ന് കൊടുത്തു. റൈറ്റ്, ഇനി എങ്ങനെ ലോഗരിതം ക്യാൻസൽ ചെയ്യാം? ടേക്ക് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്. ഇപ്പോൾ ലോഗരിതം ക്യാൻസൽ ചെയ്യാൻ ബോത്ത് സൈഡ് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് ഇസഡ് മൈനസ് എ എക്സ് ഇൻറ്റു എ പ്ലസ് വൈ ദ ഹോൾ റേസ് ടു എ ബൈ ബി ഈക്വൽ ടു ഇ റേസ് ടു വൈ. ഓക്കെ, so logarithm cancel ചെയ്യാൻ exponential apply ചെയ്യുന്നു. then we have z minus ax into a plus y raised to a the whole divided by b equal to e raised to y. therefore z minus ax equal to b e raised to y by a plus y the whole raised to a. okay, and hence the complete solution of our given partial differential equation z equal to ax plus b e raised to y by a plus y the whole raised to a. This is our complete solution. Then another question, solve z 2 into z plus px plus qy equal to yp square. Again a non-linear degree 2 ആയിട്ടുള്ള equation. So a non-linear partial differential equation of first order. The equation contains only the partial derivative terms p and q. So this is a non-linear partial differential equation of first order. So we use Charpit'S methods to solve the equation. So for this let f equal to 2 into ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു 2z plus 2px plus 2qy minus yp square, okay, equal to 0. Let it be equation number 1. So the given equation is f equal to 2z plus 2px plus 2qy minus yp square equal to 0. Now find the first 5 partial derivatives with respect to x, y, z, p and q. So dou f by dou x or fx, it is 2p, right? x and ഒരൊറ്റ ടേമേ ഉള്ളൂ. So the derivative is 2p. And dou z by dou y or fy is 2q minus p square. 2q minus p square. And dou f by dou z or fz equal to, with respect to z le differentiate ചെയ്താൽ the derivative is 2. Okay, ഒരു ടേമേ ഉള്ളൂ, derivative 2. And now differentiate f with respect to p. We get fp 2x minus 2py, right? yp square derivative is minus 2py. And with respect to q, differentiate f with respect to q, we get dou f by dou q or fq. fq is ഒരു term 2y, right? So these are the first 5 partial derivatives. Now form the Charpit'S subsidiary equation. Then Charpit'S subsidiary equation is dx by minus fp equal to dy by minus fq equal to dz by minus pfp minus qfq equal to dp by fx plus pfz equal to dq by fy plus q fz. That is dx by minus fp is minus 2x minus of 2x minus 2py. So minus of 2x minus 2py equal to dy by
minus fq, it is minus 2y. dz by minus pfp minus qfq, minus p into fp is 2x minus 2py minus q into fq is 2y. Okay, and equal to dp by fx plus fx is 2p plus pfz, p into fz is 2, so it is 2p, and dq by fy plus fy is 2q minus p square plus qfz, again it is 2q. Okay, so dx by minus 2x minus into minus plus 2py, so it is 2py minus 2x equal to dy by minus 2y equal to dz by minus 2px plus 2py minus 2qy, so 2py to minus 2px plus 2p square y. Okay, so 2p square y minus 2px minus 2qy. ഓക്കെ, നോർമൽ കേസിൽ നമ്മൾ ഡി സെഡ് ബൈ ഈ ഒരു ഫ്രാക്ഷൻ അങ്ങനെ ചൂസ് ചെയ്യാറൊന്നുമില്ല, ഒത്തിരി ലെങ്തി ആയിട്ടുള്ളതാണ്, ആ ഫ്രാക്ഷൻ നമ്മൾ എടുക്കാറില്ല. ഡി പി ബൈ 4p ഈക്വൽ ടു ഡി ക്യൂ ബൈ 2q plus 2q, it is 4q minus p square. Let it be equation number 2. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, സബ്സിഡിയറി ഇക്വേഷൻ ഫോം ചെയ്തു. ദെൻ സോൾവ് ദിസ് ഇക്വേഷൻ, വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ഏതർ ദ വാല്യൂ ഓഫ് പി ഓർ ക്യൂ ഓർ ബോത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഫ്രാക്ഷൻ ചൂസ് ചെയ്തിട്ടാണ് സൊല്യൂഷൻ കാണുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫ്രാക്ഷൻ ഏതാ? ഇപ്പോൾ നോക്കാം, ഡി പി ബൈ 4p. ഇപ്പം നമുക്കറിയാം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ എടുത്താൽ നമുക്ക് പി കിട്ടുള്ളൂ. സോ ഡി പി ബൈ 4p എന്ന ഫ്രാക്ഷൻ ഞാൻ ചൂസ് ചെയ്യുന്നു. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഫ്രാക്ഷനായിട്ട് നമുക്ക് ക്യൂറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഈ ഡി വൈ ബൈ മൈനസ് 2y. ഇപ്പോൾ ഡി വൈയുടെ ഡിനോമിനേറ്ററിൽ വൈലുള്ള ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, ഇവിടെ പിയിലുള്ള ഫംഗ്ഷനാണ്. ഇപ്പോൾ രണ്ടും ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് ഫോമിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സൊല്യൂഷൻ കാണാം. റൈറ്റ്, so dp by 4p equal to dy by minus 2y. This gives 4 2, അപ്പോൾ നമുക്ക് 2 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഡി പി ബൈ 2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ ഡി പി ബൈ പി ഈക്വൽ ടു മൈനസ് 2 dy ബൈ y. റൈറ്റ്, ദറ്റ് ഈസ് ഇവിടെ ഒരു 4 2 ക്യാൻസൽ ചെയ്തു. ദെൻ ഈ 2 ഞാൻ ന്യൂമറേറ്റർ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, മൈനസ് കൂടിയും വന്നു, മൈനസ് 2 dy ബൈ y. ദെൻ ഇൻറ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്. Integrate on both sides. Integral of dp by p equal to minus 2 into integral of 1 by y dy by y. It is log p equal to minus 2 log y plus log a. Okay, so minus 2 log y is log y raised to minus 2. So log p equal to, then log y raised to minus 2 into log a plus log b, log a, ab. So a കൂടി വന്നു. So log y raised to minus 2 into log a. This is an arbitrary constant. A is an arbitrary constant. So cancel the logarithm. We get p equal to a y raised to minus 2 or p equal to a by y square. Y raised to minus 2 ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ y square ആയി മാറും. ഓക്കെ, സോ p equal to a by y square. Hence we get the value of p in arbitrary constant. ഓക്കെ, ഇനി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് q കണ്ടുപിടിക്കുക. We have p equal to a by y square, right? Therefore put p equal to a by y square in equation number 1. Then we get the value of q. Equation 1 gives 2z plus 2px, that is 2 into a by y square into x plus 2qy minus y p square. P square is a square by y raised to 4 equal to 0. Okay, or from this we have 2qy equal to, then minus a square by y cube
ഓക്കെ, ഈ y റേസ് ടു 4 ക്യാൻസൽ ചെയ്തു. മൈനസ് എ സ്ക്വയർ ബൈ വൈ ക്യൂബ് ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എ സ്ക്വയർ ബൈ വൈ ക്യൂബ്. ദെൻ മൈനസ് 2z മൈനസ് 2ax by y square. Okay, so q equal to 2y കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ q equal to a square by 2y raised to 4. 2y കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, മൈനസ് z by y മൈനസ് ax by y ക്യൂബ്. ഓക്കെ, 2y വരുമ്പോൾ 2 ക്യാൻസൽ ആയി പോവും. y ഡിനോമിനേറ്ററിൽ ഒരു y കൂടി വരുന്നു, y ക്യൂബ് ആകുന്നു. ഓക്കെ, സോ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് q ഇൻ ടേംസ് ഓഫ് ദ സെയിം ആർബിട്രറി കോൺസ്റ്റന്റ് a ആൻഡ് p is a by y square, q equal to a square by 2y raised to 4 minus z by y minus ax by y cube. We have p equal to a by y square and q equal to a square by 2y raised to 4 minus z by y minus ax by y cube. Put these values in the relation dz equal to p dx plus q dy. So we have dz equal to a by y square into dx plus a square by 2y raised to 4 minus z by y minus ax by y cube into dy. ഇപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് റിലേഷൻ നോക്കാം. dz then dx ഇവിടെ y വേരിയബിൾ ഉണ്ട്, ദെൻ ഇസഡ് ബൈ വൈ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡി വൈയുടെ കൂടെ എക്സ് വൈ ഇസഡ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡി ഇസഡ് ദെൻ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിലുള്ള മൈനസ് ഇസഡ് ബൈ വൈ ഡി വൈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് ഇസഡ് ബൈ വൈ ഡി വൈ ഈക്വൽ ടു റൈറ്റ് സൈഡ് എ ബൈ വൈ സ്ക്വയർ ഡി എക്സ്. ദെൻ അഗെയിൻ എക്സും വൈയും തമ്മിലുള്ള ഒരു മറ്റൊരു റിലേഷൻ ഇതിനകത്തുണ്ട്, അപ്പോൾ അത് ഞാൻ അടുത്ത് എഴുതുകയാണ്. എ എക്സ് ബൈ വൈ ക്യൂബ് ഡി വൈ. ഓക്കെ, ദെൻ ഒരു കോൺസ്റ്റൻറ്റ് ടൈം ഉണ്ട്, എ സ്ക്വയർ ബൈ കോൺസ്റ്റൻറ്റ് ടൈമിൽ വൈയിൽ മാത്രമുള്ള വൈ വേരിയബിൾ മാത്രമുള്ള ഒരു ടൈം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എ സ്ക്വയർ ബൈ 2y റേസ് ടു 4 ഡി വൈ. റൈറ്റ്, ഇപ്പോൾ നോക്കുക, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആ സിംഗിൾ വേരിയബിൾ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എ ബൈ വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആണെങ്കിൽ വൈയും എക്സും തമ്മിലൊരു റിലേഷൻ ഉള്ള അല്ലെങ്കിൽ അവ തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടൈം അതിനകത്തുണ്ടാവും. അപ്പോൾ അവ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരുപോലെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തു. അതേ കണക്ക് ഇസഡും വൈയും വേരിയബിൾ ഇവിടെ ഉണ്ട്, ഇസഡ് ബൈ വൈ ഇൻറ്റു ഡി വൈ അതുകൂടി ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി നോക്കിയേ, ഡി ഇസഡ് പ്ലസ് ഇസഡ് ബൈ വൈ ഡി വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഡെറിവേറ്റീവ് ടൈമിൻ്റെയും ഫംഗ്ഷനായിട്ട് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, ഈ കിടക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പകരം ഞാനിവിടെ എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് ഒരു വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നോക്കുക. അപ്പോൾ ത്രൂ ഔട്ട് ഞാനൊരു വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യും മുന്നേ. ഓക്കെ, y dz റൈറ്റ് പ്ലസ് ഇവിടെ ഡിനോമിനേറ്ററുള്ള y എന്ത് ചെയ്യും, ക്യാൻസൽ ആവും, z dy എന്ന് വരും. റൈറ്റ്, ആൻഡ് റൈറ്റ് സൈഡിൽ a ബൈ വൈ ഡി എക്സ്. ഓക്കെ, a ബൈ വൈ ഡി എക്സ് മൈനസ് എ എക്സ് ബൈ വൈ സ്ക്വയർ ഡി വൈ. ഓക്കെ, പ്ലസ് എ സ്ക്വയർ ബൈ 2y ക്യൂബ് ഡി വൈ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് അറേഞ്ച് ചെയ്യാം. നോക്കി, വൈ ഡി ഇസഡ് പ്ലസ് ഇസഡ് ഡി വൈ ഇതാരുടെ ഡെറിവേറ്റീവാണ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ ടേമിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസഡ് എന്ന് കൊടുത്തൂടെ. നോക്കി, വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസഡ് യൂസിങ് പ്രോഡക്റ്റ് റൂൾ വി ഹാവ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇസഡ്. ഓക്കെ, പ്ലസ് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസഡ് ഡി വൈ. റൈറ്റ്, സോ ദിസ് ടൈം ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസഡ് എന്ന് കൊടുക്കാം. ആൻഡ് ഹിയർ take this y square as LCM, y square into, അപ്പോൾ y square into ആണെങ്കിൽ ഇവിടെ ഒരു y കൂടി വരും അല്ലേ, അപ്പോൾ എ വൈ ഡി എക്സ് മൈനസ് എ എക്സ് ഡി വൈ. റൈറ്റ്, അപ്പോൾ ഇവിടെ ഞാൻ ആ വൈ സ്ക്വയർ എൽ സി ആക്കി അവിടെ നിന്ന് ഈ ഒരു രണ്ട് ടൈം ഫസ്റ്റ് 2 ടൈംസിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തു. പ്ലസ് എ സ്ക്വയർ ബൈ 2 ഈസ് എ കോൺസ്റ്റൻറ്റ്, ദെൻ 1 ബൈ വൈ ക്യൂബ് ഈസ് വൈ റേസ് ടു -3. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകും അല്ലേ, അപ്പോൾ അതിന് ഞാൻ വൈ റേസ് ടു -3 എന്ന് കൊടുത്തു. ദെൻ ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസഡ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എ വൈ ഡി എക്സ് മൈനസ് എ എക്സ് ഡി വൈ ബൈ വൈ സ്ക്വയർ. ഓക്കെ, ടേക്ക് ദ എ കോമൺ, ദെൻ വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ബൈ വൈ സ്ക്വയർ. ഈ ഒരു ടേം കാണുമ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവായിട്ട് ഫീൽ ചെയ്യും,
നോക്കുക, ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ ഫോമിലാണ് ഈ ഫംഗ്ഷൻ കിടക്കുക. നമുക്ക് തൊട്ടടുത്ത സ്റ്റെപ്പിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ടൈം കൂടെ ഞാൻ എഴുതിക്കോട്ടെ. എ സ്ക്വയർ ബൈ 2 വൈ മൈനസ് 2 റേസ് ടു മൈനസ് 3 ഡി വൈ. ദറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് വൈ ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ. ഈ ടൈം നമുക്ക് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ഓഫ് വൈ. Okay, so y into dx minus x into dy by divided by denominator square. അങ്ങനെയല്ലേ കിടക്കണേ. സോ ഈ ടേമിനെ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു വൈ റേസ് ടു മൈനസ് 3 ഡി വൈ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലായി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഒരു സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ, ഇവിടെ ഇസഡിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇസഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എക്സ് ഡി എക്സിൻ്റെ കോഷ്യൻ്റായിട്ട് വൈയിലുള്ള ഫംഗ്ഷൻ, ദെൻ ഡി വൈയിലാണെങ്കിൽ എക്സ് വേരിയബിൾ ഇസഡ് വേരിയബിൾ ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നോർമൽ കേസിൽ ഇൻ്റഗ്രേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ റീഅറേഞ്ച് ചെയ്യാൻ നേരത്ത് നോക്കണം എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ ഡി ഇസഡ് ഉണ്ട്, ദെൻ ഇസഡ് ബൈ വൈ ഡി വൈ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. അതേപോലെ എ ബൈ വൈ സ്ക്വയർ ഡി എക്സ്, ഡി എക്സ് വേരിയബിളിൻ്റെ കൂടെ വൈ ഉണ്ട്, വൈ വേരിയബിളിൻ്റെ കൂടെ എക്സ് വേരിയബിളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ നമുക്ക് ഒരുമിച്ച് എഴുതി അവയെ ഒരു ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ പിന്നെ കോൺസ്റ്റൻറ്റ് ടൈം ആണെങ്കിലും പ്രശ്നമില്ല, നമുക്ക് സെയിം ഏത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. അറേഞ്ച് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പിംഗ് പോസിബിൾ ആവും. നമുക്കറിയാവുന്ന ഒരു റിലേഷനിലേക്ക് നമ്മുടെ ഫംഗ്ഷനെ കൊണ്ടുപോകാൻ പറ്റും. Now integrate on both sides. Integrate on both sides. We have integral of derivative of y z. A derivation cancel out. A into integral of derivative of x by y. ഇവിടെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ആ ഡെറിവേഷൻ ക്യാൻസൽ ആവും. Then a square by 2 into integral of y raised to minus 3 dy. സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്യുക. Derivative of yz is yz, integral of derivative of yz is yz, and a into integral of derivative of x by y is x by y, plus a square by 2 into y raised to minus 3. The integral is y raised to minus 3 plus 1. It is minus 2 by minus 2. Okay, plus an integral constant, let it be b. Now yz equal to ax by y minus 2 into 2 minus 4, so minus a square by 4, then y raised to minus 2 denominator വന്നാൽ y square. Okay, plus b. Now ഇവിടെ വെച്ച് കംപ്ലീറ്റ് സൊല്യൂഷൻ ഈസ് z ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ഈ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ zൽ തന്നെ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, therefore കംപ്ലീറ്റ് സൊല്യൂഷൻ ഈസ്, ഇതെപ്പോഴും ആവശ്യമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷനിലേക്ക് തന്നെ ഇട്ടിരുന്നാലും മതി. അതല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ ഇസഡ് ഈക്വൽ ടു ത്രൂ ഔട്ട് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എ എക്സ് ബൈ വൈ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4yq പ്ലസ് ബി വൈ വൈ. ഓക്കെ, ദിസ് ഈസ് അവർ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് അവർ ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Look, this question, solve z square equal to pqx, one of the important question. ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ്. z square equal to pqxy using Charpit'S method. Okay, non-linear partial differential equation. So here we choose f equal to, let f equal to z square minus pqxy equal to 0. Right, let that be equation number 1. And we have the 5 first order partial derivatives. fx is dou f by dou x. It is minus pqy. Okay, with respect to x differentiate. Then fy is minus pqx, and fz is 2z. fp is minus qxy, and fq is minus pxy. Okay, 5 first order 5 partial derivatives. Now the Charpit'S subsidiary equation is dx by minus fp equal to dy by minus fq equal to dz by minus pfp minus qfq equal to dp by fx plus pfz equal to dq by fy plus q fz
it becomes dx by minus fp. Fp is minus qxy. So fp minus qxy. Then dx by minus fp, it is qxy. Okay, then dy by minus fq. Fq is minus pxy. So minus of minus pxy is pxy. And dz by minus pfp, that is pqxy, minus qfq, again pqxy. So pqxy plus pqxy, it is 2pqxy. Okay, and dp by fx plus fx is minus pqy. So minus pqy plus pfz. Fz is 2z. So 2zp. Right, and dq by fy plus fy is minus pqx plus qfz, q into 2z, that is 2zq. Right, let it be equation number 2. Now, ഇപ്പോൾ ഇവിടെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ചൂസ് ചെയ്താണ് പി അല്ലെങ്കിൽ ക്യൂ കാണുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാം തന്നെ ഡിനോമിനേറ്റർ, ഇപ്പോൾ ഡി പിയുടെ ഡിനോമിനേറ്ററിലാണെങ്കിൽ വൈ ഇസഡ് വേരിയബിൾ ഒക്കെ ഉണ്ട്, ഡി ക്യൂവിൻ്റെ ഡിനോമിനേറ്ററിൽ എക്സും ക്യൂ ഒക്കെ ഉണ്ട് അല്ലേ, എക്സും ഇസഡ് വേരിയബിൾ ഉണ്ട്, ക്യൂ അല്ലാണ്ട് ഇവിടെ 2 വേരിയബിൾ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നോർമൽ കേസിൽ ഇവിടെ ഡി പി ഡി ക്യൂ ഇക്വേറ്റ് ചെയ്തുകൊണ്ടൊരു സൊല്യൂഷൻ ഫോം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുക, ഇവിടെ ഡി പിയും ഡി എക്സും കൂടി ഒരു പേര് ചൂസ് ചെയ്താൽ ഡി എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ എക്സ് അല്ലാണ്ട് ക്യൂവും വൈയും ഉണ്ട്. ഡി പിയുടെ ഡിനോമിനേറ്ററിലാണെങ്കിൽ ഇതേപോലെ തന്നെ പി അല്ലാണ്ട് വേറെ 2 വേരിയബിൾ കൂടിയുണ്ട് അല്ലേ, അല്ലെങ്കിൽ വൈയും ഇസഡും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെയറായിട്ട് ചൂസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ മൾട്ടിപ്ലെയർ മെത്തേഡ്, ലഗ്രാഞ്ചസ് മൾട്ടിപ്ലെയർ മെത്തേഡിൽ ചെയ്തതുപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ പി ക്യൂ വൈ ഒരു മൈനസ് പി ക്യൂ വൈ എന്നൊരു ടേമുണ്ട്, ഇവിടെ അതേപോലെ ക്യൂ എക്സ് വൈ എന്നൊരു ടേമുണ്ട്. ഇവിടെ ഒരു പി ഡിനോമിനേറ്ററിൽ വന്നിരുന്നെങ്കിൽ ഒരു പി ക്യൂ എക്സ് വൈ ഫോം ചെയ്യാമായിരുന്നു. ഇവിടെ ഒരു എക്സ് വന്നിരുന്നെങ്കിൽ ഒരു മൈനസ് പി ക്യൂ എക്സ് വൈ ഫോം ചെയ്യാമായിരുന്നു. സോ ഞാൻ ആ വേരിയബിൾസ് മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് എടുത്തുകൊണ്ട് ഈ ഫസ്റ്റ് ഈ കാണുന്ന ഈ ഫോർത്ത് ഫ്രാക്ഷനും തമ്മിൽ ഒരു റിലേഷൻ ഫോം ചെയ്യുകയാണ്. അതായത് ഇവിടെ നമുക്ക് വേണ്ടതൊരു പി ആയിരുന്നു. സോ ഞാൻ പി ഡി എക്സ് ന്യൂമറേറ്ററിൽ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെയിം തന്നെയാണ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഈ ഒരു ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിൽ ഞാനൊരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഇപ്പോൾ തമ്മിൽ ആഡ് ചെയ്യുകയാണ്. സോ എക്സ് ഡി പി. അപ്പോൾ ഈ 5 ഫ്രാക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് പിയോ ക്യൂയോ കാണാൻ വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്, ഈ ഒരു കിടക്കുന്ന രീതിയിൽ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഇതിന് ഇക്വലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള പുതിയൊരു ഫ്രാക്ഷൻ മൾട്ടിപ്ലയേഴ്സ് വെച്ച് ഫോം ചെയ്യാൻ പോവുകയാണ്. ഇതിലെ ഫസ്റ്റ് ഫ്രാക്ഷനും ഫോർത്ത് ഫ്രാക്ഷനും ചൂസ് ചെയ്യുന്നു. ഞാൻ യൂസ് ചെയ്ത മൾട്ടിപ്ലയേഴ്സ് പി ആൻഡ് എക്സ്, പി ഡി എക്സ് പ്ലസ് എക്സ് ഡി പി. സെയിം വേരിയബിൾസ് വെച്ച് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ പി ക്യൂ എക്സ് വൈ പ്ലസ് ഇവിടെ ഞാൻ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൈനസ് പി ക്യൂ എക്സ് വൈ. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് ഈ ടൈം മൈനസ് ആകും. പി ക്യൂ എക്സ് വൈ പ്ലസ് ഡിനോമിനേറ്ററിൽ വീണ്ടും ഒരു ടൈം കൂടിയുണ്ട്, അവിടെയും എക്സ് വന്നാൽ 2zx പി. റൈറ്റ്, ദെൻ ഈ ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ട് അപ്പോൾ ചൂസ് ചെയ്തത് ഈ 2 ഫ്രാക്ഷൻസാണ്. അതേപോലെ വീണ്ടും ഒരു പുതിയ ഫ്രാക്ഷൻ ഫോം ചെയ്യുകയാണ്, വൈ ആൻഡ് ക്യൂ. ഈ 2 ടൈം അല്ലെങ്കിൽ ഈ 2 ഫ്രാക്ഷൻസ് എടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയ ഡിനോമിനേറ്റർ ഒരു പി എക്സ് വൈ ഉണ്ട്, ഇവിടെയാണെങ്കിലോ ഒരു മൈനസ് പി ക്യൂ എക്സ് ഉണ്ട്. സെയിം മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്യൂ ഇവിടെ വന്നാൽ പി ക്യൂ എക്സ് വൈ എന്നൊരു ടൈം ഇവിടെ കിട്ടിയേനെ. ഇവിടെ ഒരു വൈ വേരിയബിൾ വന്നെങ്കിൽ മൈനസ് പി ക്യൂ എക്സ് വൈ കിട്ടിയേനെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 ഓപ്പോസിറ്റ് സൈനാണ്. പി ക്യൂ എക്സ് വൈ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് ഡിനോമിനേറ്റർ കുറച്ചുകൂടി ചെറുതാക്കാൻ പറ്റും. ഇതേപോലെ ലെഫ്റ്റ് ഇവിടെ ചെയ്തതേപോലെ തന്നെയാണ് ഈ 2 ഫ്രാക്ഷനിലും ഞാനിവിടെ ഒരു ക്യൂ കൊണ്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ക്യൂ ഡി വൈ. ദെൻ ഹിയർ വൈ ഡി ക്യൂ. സെയിം വേരിയബിൾ ഡിനോമിനേറ്ററിലേക്ക് വരുന്നു, പി ക്യൂ എക്സ് വൈ. ദെൻ ഇവിടെ വൈ വേരിയബിളാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് പി ക്യൂ എക്സ് വൈ പ്ലസ് 2zq1. ഓക്കെ, സോ ഈ സെക്കൻഡ് ഇക്വേഷനിലെ
5 ഫ്രാക്ഷൻസിന് ഈക്വൽ ആയിട്ടുള്ള പുതിയ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്ത് മൾട്ടിപ്ലയേഴ്സ് വെച്ച് ഫോം ചെയ്തിരിക്കുകയാണ്. ഈ 5 ഫ്രാക്ഷനും ഈക്വൽ ആയിട്ടുള്ളതാണ് ഈ പുതിയ ഫ്രാക്ഷൻസ്. ഓക്കെ, അതേപോലെ അവ തമ്മിൽ ഈക്വലും ആയിരിക്കും. റൈറ്റ്, ഡിനോമിനേറ്ററിലുള്ള പി ക്യു എക്സ് വൈ രണ്ട് ടേമിലും ഉണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്തു. നൗ പി ഡി എക്സ് പ്ലസ് എക്സ് ഡി പി ഡിവൈഡഡ് ബൈ 2z xp equal to q dy plus y dq divided by 2z qy. Okay, now ന്യൂമറേറ്റർ പി ഡി എക്സ് പ്ലസ് എക്സ് ഡി പി, ഈ പിയും എക്സും അല്ലാണ്ടൊരു വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇസഡ് ആണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒരു വേരിയബിൾ ഇസഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. റൈറ്റ് സൈഡിലും ഇതേപോലെ ക്യൂ വൈയും ഉണ്ട്, ക്യൂ ഡി വൈ വൈ ഡി ക്യൂ അവയുടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ക്യൂ വൈയും അല്ലാണ്ട് ഡിനോമിനേറ്ററിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇസഡ് ആണ്, പക്ഷെ അവയെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. റൈറ്റ്, സോ ഇവിടെ നമുക്ക് നോക്കാം 2, അതേപോലെ 2 കോൺസ്റ്റൻ്റ് കൂടി ക്യാൻസൽ ചെയ്താൽ പി എക്സ് ഓർ എക്സ് പി ആണ് ഡിനോമിനേറ്റർ. ഈ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്ററിൽ നോക്കുക. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്താൽ എക്സ് പി ഡെറിവേറ്റീവ് ഓഫ് എക്സ് പി ഡി ഓഫ് എക്സ് പി ഇറ്റ് ഈസ് ഡി എക്സ് ഇൻറ്റു ഡി പി പ്ലസ് പി ഇൻറ്റു ഡി എക്സ്. അത് തന്നെയല്ലേ ന്യൂമറേറ്ററിലുള്ളത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സോ ഡി ഓഫ് എക്സ് പി ഈസ് ന്യൂമറേറ്ററിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പി ആണ് ബൈ എക്സ് പി ഈക്വൽ ടു സെയിം. ഇവിടെയും അതേപോലെ തന്നെയാണ് ഡിനോമിനേറ്റർ ഫംഗ്ഷൻ ക്യൂ വൈ, അതിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിൽ. ഓക്കെ, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് നോക്കിയാൽ ഡെറിവേറ്റീവ് ഓഫ് ക്യൂ വൈ ഈസ് ക്യൂ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ക്യൂ. ഓക്കെ, ഡിവൈഡ് ബൈ ക്യൂ വൈ. ഇനി നിങ്ങൾക്കറിയാം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അല്ലേ. ബോത്ത് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. സോ ഇൻ്റഗ്രേറ്റിംഗ് we get integral of d of xp by xp equal to integral of d of qy by qy. Now we have d of xp, integral of derivative of xp by xp, it is log xp equal to right side log qy plus an integral constant, let it be log a. Then xp equal to log xp equal to log a into qy. Cancel the logarithm, we get xp equal to a qy. Therefore p equal to a qy by x. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് p equal to a ക്യൂ വൈ ബൈ എക്സ്. ക്യൂവിലുള്ളൊരു വാല്യൂ ആണ് പിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾ ഈ പിയുടെ വാല്യൂ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യൂ കണ്ടുപിടിക്കുക. ദെൻ ആ ക്യൂവിൻ്റെ വാല്യൂ ഇവിടേക്ക് കൊണ്ടുവന്ന് പിയും ക്യൂവും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ക്യൂവിൽ പിയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്യൂയുടെ വാല്യൂ ഇക്വേഷൻ 1ൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പി ഈക്വൽ ടു എ ക്യൂ വൈ ബൈ എക്സ് എന്നൊരു റിലേഷൻ നമുക്കിവിടെ കിട്ടി. Now we have p equal to a q y by x. Let it be equation number 3. Okay, then our first equation is z square equal to p q x y. Okay, so put p in, value of p in equation number 1, right? So z square equal to പി ക്യു എക്സ് വൈ, ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം, നമുക്കിത് അല്ലേ കൂടുതൽ സൗകര്യം. അപ്പോൾ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു പി ഈസ് എ ക്യു വൈ ബൈ എക്സ് ഇൻറ്റു ക്യു എക്സ് വൈ. ഓക്കെ, സോ ക്യാൻസൽ ദീസ് ടു എക്സ്, വി ഗെറ്റ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു എ ക്യു സ്ക്വയർ വൈ സ്ക്വയർ. ഓക്കെ, നമുക്ക് ആരുടെ വാല്യൂ വേണ്ടത്? ക്യൂവിൻ്റെ വാല്യൂ വേണ്ടത്. സോ ക്യൂ സ്ക്വയർ ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ബൈ എ വൈ സ്ക്വയർ. ഓക്കെ, ക്യൂ സ്ക്വയർ ഈക്വൽ ടു എ വൈ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഇസഡ് സ്ക്വയർ ബൈ എ വൈ സ്ക്വയർ ആൻഡ് ക്യൂ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ ബൈ എ വൈ സ്ക്വയർ. ദെൻ ഇറ്റ് ബി ഇസഡ് ബൈ റൂട്ട് എ വൈ സ്ക്വയർ. ഓക്കെ, we get the value of q as z by root a y. Let it be equation number 4. അപ്പോൾ ഇവിടെ നമുക്ക് പി കിട്ടിയിട്ടില്ല. ആക്ച്വലി പിയും ക്യൂവും തമ്മിലുള്ള ഒരു, അല്ലെങ്കിൽ പിയും ക്യൂവും കൂടെ ഉള്ള ഒരു എക്സ്പ്രഷനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പിയും ക്യൂവും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഈ കിട്ടിയ ക്യൂ വാല്യൂ എടുത്ത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ
put the value of q in 3. Okay, the value of q in equation number 3, we get p equal to a into q is z by root a y, okay, into y the whole divided by x. Y and y cancel ആയി. A by root a, it is root a, okay, ന്യൂമറേറ്ററിൽ എ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ ആണ് എ, ഓക്കെ, ഒരു റൂട്ട് എ ക്യാൻസലായി, റൂട്ട് എ ഇൻറ്റു ഇസഡ് ബൈ എക്സ്. സോ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് പി ആസ് റൂട്ട് എ ഇൻറ്റു ഇസഡ് ബൈ എക്സ്. സോ we have q equal to z by root a into y, and q equal to z by root a into y, and p equal to root a into z by x, right? So substitute these two values in the equation dz equal to p dx plus q dy. So put p and q in the equation dz equal to p dx plus q dy. We have dz equal to p is root a z by x dx plus q z by root a y dy. Now both ടൈമിലും z ഉണ്ട് കോമൺ ആയിട്ട്, z ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുവരാം, കോമൺ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ z ഇൻറ്റു റൂട്ട് എ ബൈ എക്സ് ഡി എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എ വൈ ഡി വൈ. നോക്ക്, ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഡി സെഡ്, റൈറ്റ് സൈഡിൽ ഡി എക്സിൻ്റെ കൂടെ എക്സിലുള്ള ഫംഗ്ഷൻ, വൈയുടെ കൂടെ വൈ വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സെഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഡി സെഡ് ബൈ സെഡ് ഈക്വൽ ടു റൂട്ട് എ ഇൻറ്റു 1 ബൈ എക്സ് ഡി എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എ ഇൻറ്റു 1 ബൈ വൈ ഡി വൈ. ഓക്കെ, ദെൻ integrate both sides. We get integral of 1 by z dz equal to integral of root a constant take outside 1 by x dx plus 1 by root a into integral of 1 by y dy, right? So 1 by z is log z and root a into log x plus 1 by root a into log y plus log b, right? So we have log z equal to root a into log x means log x raised to root a, okay, and 1 by root a into log y means log y raised to 1 by root a. Then ഇവ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുന്നു അല്ലേ, log a plus log b is log a b. സോ ഞാൻ അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു, ഇൻറ്റു ഇതിനോടൊപ്പം ഒരു കോൺസ്റ്റൻറ്റ് log b എവിടെ ഉണ്ട്, സോ b, ലോഗരിതം ക്യാൻസൽ ചെയ്തു. therefore the solution is കംപ്ലീറ്റ് സൊല്യൂഷൻ ഈസ്, നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു പി ഡിയുടെ കംപ്ലീറ്റ് സൊല്യൂഷനാണ്. കംപ്ലീറ്റ് സൊല്യൂഷൻ ഈസ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് റേസ് ടു റൂട്ട് എ വൈ റേസ് ടു 1 ബൈ റൂട്ട് എ. ഓക്കെ, സോ ഹിയർ വി ഗെറ്റ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് 2 ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് എ ആൻഡ് ബി. ക്ലിയർ? സോ നമുക്ക് കിട്ടിയത് കംപ്ലീറ്റ് സൊല്യൂഷനാണ്. അതിനകത്ത് 2 ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് ആണുള്ളത്. നോ, മുൻപ് പറഞ്ഞ 2 പ്രോബ്ലത്തിൽ നിന്നും ഇവിടെയുള്ള ഡിഫറൻസ്, ഇപ്പോൾ പി നമ്മുടെ ചാർപിറ്റ്സ് സബ്സിഡറി ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടിയ പി വാല്യൂ പി ക്യൂയും തമ്മിലുള്ള റിലേഷനാണ് കിട്ടിയിരിക്കുന്നത്, അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പി വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ റിലേഷൻ യൂസ് ചെയ്ത് ഇക്വേഷൻ 1 നിന്ന് നമ്മൾ ക്യൂ കണ്ടുപിടിച്ചു. ഈ ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. അപ്പോൾ പി ക്യൂ ഇൻഡിപെൻഡൻ്റ് ആണ്, ഈ 2 വാല്യൂസ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ആ രീതിയിൽ വേണം നിങ്ങൾക്ക് പി ക്യൂ ഫോം ചെയ്യാനായിട്ട്. ദെൻ ഡി ഇസഡ് എന്ന ഇക്വേഷനിൽ യൂസ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് സൊല്യൂഷൻ കാണുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയുമാണ് ചാർപിറ്റ്സ് മെത്തേഡ്.